ദേശാഭിമാനി മുഖപ്രസംഗം 2025 മാർച്ച് 7. ഇന്ത്യയുടെ പ്രതീക്ഷ. കേരളത്തിൻ്റെ ഹൃദയമിടിപ്പാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഈ നാടിൻ്റെ എല്ലാ പുരോഗമനപരമായ മുന്നേറ്റങ്ങളിലെയും മുൻനിര പോരാളി. ജനതയുടെ കണ്ണീരിലും സ്വപ്നത്തിലും ഒപ്പം നിന്ന പ്രസ്ഥാനം. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടന്ന സാമാന്യ ജനത ചരിത്രത്തിലേക്ക് കടന്നു വന്നത് ഈ കരുത്തിലാണ്. ചരിത്രമില്ലാത്ത ജനത ചരിത്രം സൃഷ്ടിക്കുന്ന ശക്തിയായി ഉയർന്നു വന്നതും ഇവിടെ. ഇതിൻ്റെ എല്ലാം ചാലകജ്വാല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. കൊച്ചു കേരളത്തിന് ലോക ചരിത്രത്തിൽ ഇടം നേടിത്തന്നതും ഈ മഹാപ്രസ്ഥാനം. മഹിതമായ ഈ പാരമ്പര്യത്തിൻ്റെ നേരവകാശികളായ CPIM-ന്റെ സംസ്ഥാന സമ്മേളനം ഐതിഹാസിക സമരങ്ങളുടെ മണ്ണായ കൊല്ലത്ത് വ്യാഴാഴ്ച ആരംഭിച്ചിരിക്കുന്നു. സമരപാതകൾക്ക് നാവും സ്വരവും കരുത്തും പകർന്ന പോരാട്ട സ്മരണകൾ കനലായി ജ്വലിക്കുകയും കടലായി ഇരമ്പുകയും ചെയ്യുന്ന കൊല്ലം 4 നാൾ കേരളത്തിൻ്റെ കരുത്തുറ്റ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വീറും വികാരവും അതേ ഊഷ്മാവിൽ ഏറ്റുവാങ്ങുകയാണ്. വർഗീയതയ്ക്കും നവഫാസിസ്റ്റ് നയങ്ങൾക്കും നവ ഉദാര സാമ്പത്തിക നയങ്ങൾക്കുമെതിരെ സമരാങ്കണത്തിലിറങ്ങാൻ ജനതയെ ആഹ്വാനം ചെയ്ത് ആരംഭിച്ച സമ്മേളനം ഇന്ത്യക്കാകെ പ്രതീക്ഷയും പ്രകാശവുമായി. മുതലാളിത്ത ചൂഷണത്തിനും അധിനിവേശങ്ങൾക്കും മതാന്ധതയ്ക്കുമെതിരെ കാവലാളായി ഈ പ്രസ്ഥാനമുണ്ടാകുമെന്ന പ്രഖ്യാപനമായി സമ്മേളന തുടക്കം. കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുന്ന പശ്ചാത്തലത്തിലും LDF-ന്റെ തുടർഭരണം ഇനിയും വരണമെന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുകയും ആശിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ സമ്മേളനം ചേരുന്നത്. സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖ ചരിത്ര പ്രധാനമാണ്. ഇടതുപക്ഷ ബദൽ നയങ്ങളുടെ പ്രയോഗവേദിയാണ് കേരളം. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും സമ്മേളനത്തിൻ്റെ തീരുമാനങ്ങൾക്കും പ്രഖ്യാപനങ്ങൾക്കും രാജ്യമാകെ കാതോർക്കുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ് പുതിയ നയരേഖ. 1956 തൃശ്ശൂരിൽ ചേർന്ന സംസ്ഥാന സമ്മേളനം കേരളം പടുത്തുയർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ എന്ന പ്രമേയം അംഗീകരിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 57 തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക തയ്യാറാക്കിയത്. ഇപ്പോഴിതാ നമ്മുടെ സാമൂഹ്യ നേട്ടങ്ങളാകെ സംരക്ഷിച്ച് സർവാശ്ലേഷിയായ വികസന പാതയിലൂടെ നാടിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിൻ്റെ ഭാവിയെ മുൻനിർത്തി പുതിയൊരു രേഖ അവതരിപ്പിച്ചിരിക്കുന്നു. മറ്റൊരു ചരിത്ര മുഹൂർത്തം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഏറ്റവും പ്രധാനമാണ് പാർട്ടി കോൺഗ്രസ്. പാർട്ടിയുടെ പരമോന്നത സമിതിയാണത്. CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസ് ഏപ്രിലിൽ മധുരയിൽ ചേരുകയാണ്. അതിനു മുന്നോടിയായി ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ ജില്ലാ സമ്മേളനങ്ങൾ വരെ ചിട്ടയോടെ പൂർത്തിയാക്കിയാണ് സംസ്ഥാന സമ്മേളനം ചേരുന്നത്. വേറൊരു പാർട്ടിക്കും അവകാശപ്പെടാനാകാത്ത ജനാധിപത്യത്തിൻ്റെ ഉദാത്ത മാതൃക. പാർട്ടി നടത്തിയ സമര സംഘടനാ പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും പരിശോധിച്ച് പോരായ്മകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾക്കും ഭാവി പരിപാടികൾക്കും സമ്മേളനം രൂപം നൽകും. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ വീറും സർഗശേഷിയും വ്യക്തമാകുന്നതാകും ആ പരിപാടികൾ. പാർട്ടിയുടെ എല്ലാ സമ്മേളനത്തിലും എന്ന പോലെ ഈ സമ്മേളനത്തിലും ദേശീയ സാർവദേശീയ വിഷയങ്ങളും ചർച്ച ചെയ്യും. കേരളത്തിലും ഇന്ത്യയിലും CPIM-നെയും ഇടതുപക്ഷത്തെയും ശക്തിപ്പെടുത്താൻ വിവിധ മേഖലകളിൽ ജനകീയ സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് കഴിയണമെങ്കിൽ ലോക സംഭവങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെയും ചിന്തയെയും ബാധിക്കുമെന്ന കാര്യവും സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രകാശ് കാരാട്ടിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ ഇത്തരം പ്രധാന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതോടെ 19ാം നൂറ്റാണ്ടിൽ സാമ്രാജ്യത്വം നടത്തിയ പ്രാകൃത നീക്കങ്ങൾ ആവർത്തിക്കാൻ ഒരുങ്ങുകയാണ്. മറ്റു രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനും അവയുടെ പരമാധികാരം കവരാനുമുള്ള ശ്രമം ഇതിൻ്റെ ഭാഗമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് പഴയ ആധിപത്യം ഇപ്പോഴില്ലെന്ന തിരിച്ചറിവിലാണ് ട്രംപിൻ്റെ പുതിയ പരിപാടികൾ. ലോകത്ത് ചൈന സാമ്പത്തികമായും സൈനികമായും രാഷ്ട്രീയമായും വലിയ ശക്തിയായി മാറുന്നത് അമേരിക്കയെ വിറളി പിടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് സാമ്രാജ്യത്വ മേധാവിത്വം പുനഃസ്ഥാപിക്കാൻ ട്രംപ് ശ്രമിക്കുന്നത്. ഈ ട്രംപിനൊപ്പം ചേർന്നു നിൽക്കുകയാണ് നരേന്ദ്രമോദി. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കിയ ഇസ്രയേലിന് ആയുധം നൽകാൻ പോലും മോദിക്ക് മടിയുണ്ടായില്ല. യൂറോപ്പിലടക്കം ലോകത്തിൻ്റെ പല ഭാഗത്തും തീവ്ര വലതുപക്ഷ കക്ഷികൾ ശക്തിയാർജിക്കുന്ന ആപത്തുമുണ്ട്. ഇതേസമയം നവലിബറൽ സാമ്പത്തിക നയങ്ങൾക്കെതിരെ പോരാട്ടം നടക്കുന്ന രാജ്യങ്ങളിൽ ഇടതുപക്ഷം കരുത്താർജിക്കുന്നുമുണ്ടെന്ന് കാരാട്ട് ചൂണ്ടിക്കാട്ടി. ശ്രീലങ്ക തന്നെ മികച്ച ഉദാഹരണം. മറ്റു രാജ്യങ്ങളിലും ഈ മുന്നേറ്റമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടി ഉണ്ടായെന്നതും അവർക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടിയില്ല എന്നതും വസ്തുത. എന്നാൽ രാജ്യം വലിയ ആപത്ത് നേരിടുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഭരണ സംവിധാനങ്ങളിലടക്കം പിടിമുറുക്കിയിട്ടുള്ള RSSന്റെ ഫാസിസ്റ്റ് അജണ്ടകൾ ഒന്നൊന്നായി നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് മോദി സർക്കാർ. ഒരു വശത്ത് ജനങ്ങളെ മതപരമായി ചേരിതിരിക്കാൻ തീവ്ര ശ്രമം നടത്തുമ്പോൾ
മറുവശത്ത് നവ ഉദാര സാമ്പത്തിക നയത്തിന്റെ ബഹുമുഖ ആക്രമണം അരങ്ങു തകർക്കുന്നു. ഈ നവ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ സമരനിര കെട്ടിപ്പടുക്കുകയാണ് കമ്മ്യൂണിസ്റ്റ്, ഇടതുപക്ഷ, മതനിരപേക്ഷ പാർട്ടികളുടെ മുഖ്യ കടമ. എന്നാൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ തരംതാണ തന്ത്രം പയറ്റുകയാണെന്നും ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. രാജ്യം ഇങ്ങനെയൊരു ഇരുണ്ട കാലത്തുകൂടി കടന്നുപോകുമ്പോൾ നക്ഷത്രങ്ങളെപ്പോലെ ജ്വലിക്കുന്ന പ്രകാശമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം, ഇന്ത്യക്ക് വഴികാട്ടിയായി നിൽക്കുന്ന പ്രസ്ഥാനം. അതിലെ ഏറ്റവും ദൃഢമായ കണ്ണിയാണ് കേരളത്തിലെ CPIM എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതാകും കൊല്ലം സമ്മേളനം.